PCOS കൊണ്ടുള്ള വെയിറ്റ് ഗെയിനിങ് കുറയ്ക്കാൻ ബുദ്ധിമുട്ടുന്നുണ്ടോ? അപ്പോൾ ആദ്യം നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള PCOS ആണെന്നാണ് അറിയേണ്ടത്. PCOS ഡിഫറെൻറ്റ് ടൈപ്സിലുണ്ട്. ഓരോന്നിനും സിംറ്റംസും ട്രീറ്റ്മെൻറ്റും വ്യത്യസ്തമാണ്. ആദ്യത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് PCOS ആണ്. ഷുഗർ ക്രേവിങ്സ്, തളർച്ച, വയറിനും അരക്കെട്ടിനും ഇടയിൽ കൊഴുപ്പടിഞ്ഞു കൂടുക, ഇതൊക്കെയാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആയിട്ടുള്ള PCOSന്റെ ലക്ഷണങ്ങൾ. ലോ കാർബ് ഡയറ്റും അതുപോലെ തന്നെ ബ്ലഡ് ഷുഗർ കുറയ്ക്കുന്നതിനുള്ള ലൈഫ് സ്റ്റൈലുമാണ് ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. രണ്ടാമത്തത് അഡ്രീനൽ PCOS, അതായത് ദീർഘകാലം തുടരുന്ന മാനസിക സമ്മർദ്ദവും ശരീരത്തിൽ DHEA എന്ന ഹോർമോണിന്റെ അളവ് കൂടുന്നതുമാണ് ഇത്തരത്തിലുള്ള PCOSന്റെ കാരണം. അലസത, ആൻസൈറ്റി, ഉറക്കമില്ലായ്മ, എത്ര ശ്രമിച്ചാലും കുറയാതെ തുടർച്ചയായിട്ട് നിൽക്കുന്ന വെയിറ്റ് ഗെയിനിങ്, ഇതൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ. അതിനാൽ സ്ട്രെസ് മാനേജ്മെന്റ് ആണ് ഇത്തരത്തിലുള്ള PCOSൽ കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അടുത്തത് ഇൻഫ്ലമേറ്ററി PCOS. നമ്മുടെ ശരീരത്തിലുള്ള ക്രോണിക് ഇൻഫ്ലമേഷൻ മൂലമാണ് ഇത് ഉണ്ടാകുന്നത്. സ്കിൻ പ്രോബ്ലംസ്, അമിതമായ ക്ഷീണം, ജോയിന്റ് പെയിൻസ്, ഇതെല്ലാം ഉണ്ടാകാം. ആന്റി ഇൻഫ്ലമേറ്ററി ഫുഡ്സ് ആൻഡ് ഗട്ട് ഹെൽത്ത് ആണ് ഇതിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ആൻഡ് ലാസ്റ്റ് ടൈപ്പ് ഹൈപ്പോതൈറോയിഡിസം എലോങ് വിത്ത് PCOS, അതായത് ചിലർക്ക് തൈറോയ്ഡ് ഇഷ്യൂസും അതിൻ്റെ കൂടെ PCOSും ഒരുമിച്ച് കാണാറുണ്ട്. ഹെയർ ഫാള്, തണുപ്പിനോട് അമിതമായിട്ടുള്ള സെൻസിറ്റിവിറ്റി, സ്ലോ മെറ്റബോളിസം, ഇതൊക്കെയാണ് ലക്ഷണങ്ങൾ. ഇങ്ങനെ ഇത് രണ്ടും കൈകോർത്ത് വന്നാൽ ചികിത്സയ്ക്ക് കൂടുതൽ ശ്രദ്ധയും വ്യക്തിപരമായ സമീപനവും അത്യാവശ്യമാണ്. സോ വെയിറ്റ് കുറയുന്നില്ല എന്ന് തോന്നുമ്പോൾ പലരും പല ഡയറ്റുകളും വ്യായാമങ്ങളും പരീക്ഷിക്കാറുണ്ട്. അങ്ങനെ ചെയ്യാതെ ആദ്യം തന്നെ നിങ്ങളുടെ PCOSന്റെ ടൈപ്പ് തിരിച്ചറിയുക. അത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ശരിയായ രീതിയിൽ വെയിറ്റ് കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. Velith Homeopathy, on a mission to cure.